ഈ വീഡിയോയിൽ എന്താണ് പ്രോമിസ് എന്നാണ് നോക്കുന്നത്. നമ്മൾ മുന്നേ വാട്ട് ഈസ് കോൺട്രാക്റ്റ് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ഇനി എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോമിസും വേണം, കൺസിഡറേഷനും വേണം. അപ്പോൾ ഈ പ്രോമിസിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്: ഓഫർ ഓർ പ്രപ്പോസൽ, ദെൻ അക്സെപ്റ്റൻസ്. അതായത് പ്രോമിസ് എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് തരാം എന്ന് പറയുന്നു. അടുത്ത ആൾ ഓക്കെ, ഞാനത് 1 കോടി രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് പറയുന്നു. സോ 1 കോടി രൂപയ്ക്ക് തരാമെന്ന് പറയുന്നത് ഒരു പ്രപ്പോസൽ ഓർ ഓഫറാണ്. മറ്റേ ആൾ അത് 1 കോടി രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസും ആണിരുന്നത്. അപ്പോൾ ഒരു പ്രപ്പോസൽ വയ്ക്കുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത്രയുമായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഈ പ്രോമിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. സോ സെക്ഷൻ 2A ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഒരു പ്രപ്പോസൽ ഒരാൾ മുന്നോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ, one person signifies to another his willingness to do or to abstain from doing anything. അതായത് ഒരു കാര്യം ചെയ്യാമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാമോ എന്ന് പറയുവാണ് ഒരു പ്രപ്പോസലിൽ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കാറ് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാമോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ തരാം, എൻ്റെ വീട് ജപ്തി ചെയ്യാതിരിക്കാമോ. ഇതൊരു പ്രപ്പോസലാണ്. അതുപോലെ ഇതൊരു പ്രപ്പോസലായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യവും കൂടി നോക്കണം. ഈ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്ന ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, താൻ ഈ പ്രപ്പോസൽ പറയുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആളും ഈ പ്രപ്പോസലിന് എസ് ഓർ നോ എന്നൊരു ആൻസർ തരും എന്നൊരു വിചാരം ഉണ്ടായിരിക്കണം. ആ വിചാരത്തോടു കൂടിയായിരിക്കും ഇങ്ങനൊരു പ്രപ്പോസൽ അയാൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അല്ലാതെ ഒരു പ്ലാൻ പറയുന്നതിനെ നമുക്കൊരിക്കലും ഒരു പ്രപ്പോസലായിട്ട് കാണാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളായാൽ ഹി ഈസ് സെറ്റ് ടു മേക്ക് എ പ്രപ്പോസൽ എന്നാണ് സെക്ഷൻ 2A പറയുന്നത്. ഇനി സെക്ഷൻ 2Cയിൽ പറയുന്നത് ആരാണ് പ്രോമിസർ, ആരാണ് പ്രോമിസി എന്നതാണ്. പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ, ആരാണോ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത് അയാളാണ് പ്രോമിസർ. ആരാണോ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ പ്രോമിസി എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2Bയിൽ എപ്പോഴാണ് ഒരു പ്രപ്പോസൽ പ്രോമിസായിട്ട് മാറുന്നത് എന്നതാണ്. അപ്പോൾ ഒരാൾ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വയ്ക്കുന്നു ആൻഡ് ദാറ്റ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പ്രോമിസ്. അതാണ് സെക്ഷൻ 2B പറയുന്നത്. ഇനി വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത്, നമ്മളെല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ 2 പാർട്ടീസ് വേണം. ഒന്ന് പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ എന്നും പറയാം. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് പ്രോമിസി അല്ലെങ്കിൽ ഓഫറി എന്നും പറയാം. ഇനി സെക്കൻഡ് വാലിഡ് എസെൻഷ്യൽ ഓഫ് ആൻ ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറയുന്നത്, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. അതായത് ഇപ്പോൾ എൻ്റെ വീട് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു, ഞാനത് എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഓഫറായിട്ട് മാറില്ല. ഞാൻ ആ ഓഫർ അല്ലെങ്കിൽ ആ പ്രപ്പോസൽ ആരോടെങ്കിലും പറയുമ്പോൾ, അതായത് ഈ ആരുടെ സമ്മതമാണോ എനിക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ വീട് വാങ്ങിക്കാനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ബയ്യർ ആരാണ് എന്ന് ഞാൻ കണ്ടെത്തി അയാളോട് ആ ഓഫർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു വാലിഡ് ഓഫർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ലക്ഷ്മൺ ശുക്ല വേഴ്സസ് ഗൗരി ദത്തിൻ്റെ കേസ്. 1913 കേസാണ്. ഈ കേസിൽ എയുടെ നെവ്യൂനെ കാണാണ്ടാവുകയായിരുന്നു. അപ്പോൾ തൻ്റെ സെർവൻ്റായിട്ടുള്ള ബീനോട് പറയുകയാണ്, നീ പോയി എൻ്റെ നെവ്യൂനെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് സെർവൻറ്റിനെ പറഞ്ഞു വിടുന്നു. സെർവൻറ്റ് നെവ്യൂനെ തപ്പി പോവുകയാണിരുന്നത്. സെർവൻറ്റ് നെവ്യൂനെ തപ്പി പോയതിന് ശേഷമാണ് ഈ ബാക്കിയുള്ള ആളുകളെ വിളിച്ചു കൂട്ടി പറയും, എൻ്റെ നെവ്യൂനെ കണ്ടുപിടിച്ച് തരുന്ന ആൾക്ക് ഞാൻ 500 രൂപ റിവാർഡായിട്ട് കൊടുക്കും എന്ന് പറയുന്നു. പക്ഷേ ഈ 500 രൂപ റിവാർഡ് ഡിക്ലെയർ ചെയ്ത കാര്യം നമ്മുടെ സെർവൻ്റ് അറിഞ്ഞിട്ടില്ല. ദെൻ സെർവൻ്റ് പോയിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ്. അത് വന്നതിന് ശേഷമാണ് സെർവൻ്റ് അറിയുന്നത് ഇങ്ങനെ 500 രൂപ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അയാൾ ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് 500 രൂപ വേണമെന്ന് പറയുന്നു. പക്ഷേ ഇയാൾ കൊടുക്കുന്നില്ല. ദെൻ കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കോർട്ട് പറഞ്ഞു, എക്ക് ആ കാശ് കൊടുക്കേണ്ടതില്ല, കാരണം ആ ഓഫർ ഈ പറയുന്ന ബിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അത് ബാക്കിയുള്ളവരിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് സെർവൻ വാസ് നോട്ട് എൻടൈറ്റിൽ ടു ദ റിവാർഡ് ബിക്കോസ് ഹി ഡിഡ് നോട്ട് നോ അബൌട്ട് ദ ഓഫർ വെൻ ഹി ഡിസ്കവേർഡ് ദ മിസ്സിംഗ് ബോയ്.
ഇനി അടുത്ത വാലിഡ് എസെൻഷ്യൽ ഓഫ് ആൻ ഓഫർ എന്ന് പറയുന്നത് ഓഫർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഫറി ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ആൻ ആക്ട് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഓഫർ. നമ്മൾ സെക്ഷൻ 2A കണ്ട അതേ ഇതാണ്. എന്താണ് തൻ്റെ ഓഫർ എന്നുള്ളത് കൃത്യമായിട്ട് ഓഫറിയോട് അല്ലെങ്കിൽ പ്രോമിസിയോട് പറഞ്ഞിരിക്കണം. അതായത് ഒരു മിയർ ടെല്ലിങ് എ പ്ലാൻ ഇസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് ആൻ ഓഫർ. അപ്പം ഞാൻ വെറുതെ കാഷ്വലായിട്ട് ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ പറയുവാണ്, ഞാൻ എൻ്റെ വീട് വിറ്റാലോ എന്ന് ആലോചിക്കുകയാണ്, ഒരു കോടി തന്ന് ആരെങ്കിലും വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ വീടങ്ങ് വിറ്റേക്കാം എന്ന് ചുമ്മാ ഒരു പ്ലാൻ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ അതിന് നമുക്കൊരു ഓഫർ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എ പ്ലാൻ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാനിന് നമുക്ക് ഓഫറായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ മേ ബി ഇംപ്ലൈഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ഓർ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ്. അടുത്ത എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ, ഡെഫിനിറ്റ് ആൻഡ് കംപ്ലീറ്റ് ഓഫർ ആയിരിക്കണം. അതായത് ഓഫർ എന്ന് പറയുന്നത് ഒരു വേഗ് ഓഫർ ആവാനായിട്ട് പാടില്ല. ഇപ്പോൾ വേഗ് ഓഫറിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പം ഞാനൊരാളോട് പറയുകയാണ്, എൻ്റെ ഒരു 10 സെൻറ്റ് സ്ഥലം ഞാൻ നിനക്ക് തരാം, ഒരു 10 ലക്ഷം രൂപ തന്നാൽ മതി. അതൊരു വേഗ് ഓഫറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് സ്ഥലമാണ്, പാടമാണോ, വീടാണോ, കരഭൂമിയാണോ, അങ്ങനെയുള്ള റോഡ് സൈഡാണോ, ഇതൊന്നും പറയുന്നില്ല. ഏത് ഭൂമിയാണെന്ന് സ്പെസിഫൈ ചെയ്യാതെ എൻ്റെ ഒരു 10 സെൻറ്റ് സ്ഥലം എന്ന് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേഗായിട്ടുള്ളൊരു ഓഫറാണ്. അപ്പോൾ ഒരു കാറ് കാണിച്ചിട്ട് ഈ കാറ് ഞാൻ വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ ക്ലിയറാണ് ഇരുന്നത്, ഇന്ന കാറ് എന്നുള്ളത് അവിടെ ക്ലിയറാണ്. പക്ഷേ ഇതുപോലെ വേഗമായിട്ട് നമ്മൾ ഇത്ര സ്ഥലം എന്നോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് സ്പെസിഫൈ ചെയ്യാതെ വേഗമായിട്ട് പറഞ്ഞാൽ അതിനൊന്നും നമുക്കൊരു വാലിഡ് ഓഫറായിട്ട് കാണാൻ പറ്റില്ല. അടുത്ത എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആകാം അല്ലെങ്കിൽ ജനറൽ ഓഫറും ആകാം. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് മെയ്ഡ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ്. ആർക്കാണോ ഓഫർ കൊടുത്തത് അയാൾ തന്നെ വേണം അത് അക്സെപ്റ്റ് ചെയ്യാൻ. വേറൊരാൾ അക്സെപ്റ്റ് ചെയ്താൽ അത് ശരിയാവില്ല. ഇനി ജനറൽ ഓഫർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഓഫർ മെയ്ഡ് ടു ദ പബ്ലിക് അറ്റ് ലാർജ്. കാർഡിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനിയുടെ കേസ് എന്ന് പറയുന്നത് ജനറൽ ഓഫറിന് പറ്റിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി പത്രത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ കമ്പനിയുടെ സ്മോക്ക് ബോൾ ഉപയോഗിക്കുക, അതായത് അവർ പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഉപയോഗിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ആർക്കും ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് അസുഖങ്ങളുണ്ട്, ഇത് വരില്ല, ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് 100 പൗണ്ട്സ് റിവാർഡായിട്ട് കൊടുക്കും എന്നതായിരുന്നു അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് പ്രകാരം കാർലിൽ ഈ സ്മോക്ക് ബോൾ വാങ്ങിക്കുന്നു, ആ ഇൻസ്ട്രക്ഷനിൽ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഇവർ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇവർക്ക് ഈ അസുഖം പിടിപെടുകയാണ്. അവർ കമ്പനീനെ അപ്രോച്ച് ചെയ്യാണ് ഈ 100 പൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കമ്പനി പറയും തരില്ല. കമ്പനിയുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ഒരിക്കലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ തന്നിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു വാലിഡ് പ്രോമിസ് നിലനിൽക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. സോ കോർട്ടിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ കോർട്ട് പറഞ്ഞത് ഷീ കുഡ് റിക്കവർ ദ റിവാർഡ്, അവർക്ക് ഈ $100 കിട്ടും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് ഇതൊരു ജനറൽ ഓഫറാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് പേഴ്സണിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നില്ല. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്സെപ്റ്റൻസ്, അതും ഇവിടെ പ്രൂവ്ഡ് ആണ്. കാരണം സോ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് അവർ ആ സ്മോക്ക് ബോൾ കൺസ്യൂം ചെയ്തത്. ഇറ്റ്സ് ഷോസ് ദാറ്റ് ഷീ അക്സെപ്റ്റഡ് ദാറ്റ് ഓഫർ. സോ ഇതാണ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി കേസ്. അടുത്ത വാലിഡ് എസെൻഷ്യൽ ഓഫ് ആൻ ഓഫർ ഓർ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ഓഫർ ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻഷിപ്പ്. അതായത് നമ്മളൊരു ഓഫർ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പും കൂടെ ഫോം ചെയ്യപ്പെടണം. അതായത് ഇപ്പോൾ എൻ്റെ കാറ് ഞാൻ കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ മറ്റേയാൾ റെഡിയാകുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പാണ്, അവിടെ ഒരു സെല്ലർ ബയർ ലീഗൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഒരു സോഷ്യൽ ഇൻവിറ്റേഷൻ നമുക്ക് ഒരിക്കലും ഒരു ഓഫറായിട്ട് കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളോട് പറയാണ് ഇന്ന് വൈകുന്നേരം നമുക്ക് ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിച്ചാലോ, അപ്പോൾ അയാൾ പറയുന്നു ഓക്കെ നമുക്ക് പോകാം എന്ന് പറയുന്നു. ഇവിടെ ഒരു സോഷ്യൽ ഇൻവിറ്റേഷനാണ് ഉണ്ടായിരിക്കുന്നത്, പക്ഷേ മറ്റേ ആൾ ഡിന്നർ കഴിക്കാൻ വരുന്നില്ല. ഇവിടെ പ്രോമിസ് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒരു സോഷ്യൽ ഇൻവിറ്റേഷൻ ആയിരുന്നു, അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നും ഫോം ചെയ്യപ്പെടുന്നില്ല.
അപ്പോൾ എപ്പോഴും ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലീഗൽ റിലേഷനും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബ്ലഫോർ വേഴ്സസ് ബ്ലഫോറിൻ്റെ കേസ് 1919 കേസാണ്. ഈ കേസിൽ ഹസ്ബൻഡ് പ്രോമിസസ് ടു പേ ഹിസ് വൈഫ് £30 per month ആസ് അലവൻസ്. പക്ഷേ അയാൾ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യാണ്. വൈഫ് അയാളെ കോർട്ടിൽ സ്യൂ ചെയ്യുന്നു. കോർട്ട് പറയുകയാണ് ലോ ഓഫ് കോൺട്രാക്ട് ഇസ് നോട്ട് മെയ്ഡ് ഫോർ പേഴ്സണൽ ഫാമിലി റിലേഷൻഷിപ്പ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലീഗൽ കോൺട്രാക്റ്റ് ഇല്ല എന്നാണ് കോർട്ട് ഹെൽഡ് ചെയ്തത്. പക്ഷേ ഇന്ന് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ കേസ് തന്നെ നടക്കുന്നത് 1919 എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ പക്ഷേ ഇന്ന് ഒത്തിരി ചേഞ്ചസ് ഒക്കെ വന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് ലോയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ടൊക്കെ ആയിരുന്നു കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനകത്തൊക്കെ ചേഞ്ച് വന്നു. നമുക്കറിയാം മെയിൻ്റനൻസ് ലോ ഒക്കെ ഉണ്ട്. ഹസ്ബൻഡ് വൈഫിന് മെയിൻ്റനൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ലോഫുൾ ആക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മെയിൻ്റനൻസിൻ്റെ ആസ്പെക്റ്റിൽ അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്ന ഒരു അലവൻസിന് നമുക്കങ്ങനെ ഒരു ലീഗൽ കോൺട്രാക്റ്റ് അല്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് തള്ളാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പിൽ തന്നെ കാഷ്വലായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പാരൻസ് പറയുകയാണ് നീ ഇന്ന് വീട്ടിലത്തെ ഈ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു മസാല ദോശ വാങ്ങിച്ചു തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ 10 രൂപ തരാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിവാർഡൊക്കെ തരില്ലേ, അതൊക്കെ ഈ പറയുന്ന ലീഗൽ റിലേഷൻഷിപ്പാണ്. അങ്ങനെയൊന്നും പറയാം, ഒരു പേഴ്സണൽ ഫാമിലി റിലേഷൻഷിപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനൊന്നും നമുക്കങ്ങനെ കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇനി പറയുന്നത് ഹാരിസൺ വേഴ്സസ് നിക്കോൾസൻ്റെ കേസാണ്. ഈ കേസിൽ ഒരു ഓപ്ഷൻ സെയിൽ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ടു. ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഒരാൾ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ആ അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോഴാണ് മനസ്സിലായത് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇയാൾ കോർട്ടിൽ കേസ് കൊടുക്കുകയാണ്. അതായത് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തതോടെ ഇവിടെ ഒരു പ്രോമിസാണ് ബ്രീച്ച് ചെയ്തേക്കണേന്ന് പറഞ്ഞു. പക്ഷേ കോർട്ട് പറഞ്ഞു ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻവിറ്റേഷൻ ഫോർ ആൻ ഓപ്ഷൻ, അതിനെ നമുക്കൊരു ബ്രീച്ച് ഓഫ് പ്രോമിസായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് നോട്ട് ആൻ ഓഫർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസാണ് ഹാർവി വേഴ്സസ് ഫേസിയുടെ കേസ്. അതായത് ചില ആളുകളൊക്കെ പറയില്ലേ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനൊരു കുറഞ്ഞത് ഒരു 10,000 എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അത്രയെങ്കിലും കിട്ടിയാലേ മുതലാവുള്ളൂ എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള ഇൻഡിക്കേഷൻ ഓഫ് ലോവസ്റ്റ് അക്സെപ്റ്റബിൾ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഫർ ടു സെൽ എന്നാണ് ഹാർവി വേഴ്സസ് ഫേസിയിൽ പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു ലോവസ്റ്റ് അക്സെപ്റ്റബിൾ പ്രൈസ് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇൻവിറ്റേഷൻ ടു എൻറ്റർ ഇൻ ടു എനി നെഗോസിയേഷൻ മാത്രമാണ്. ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓഫർ കനോട്ട് കണ്ടെയ്ൻ എ നെഗറ്റീവ് കണ്ടീഷൻ. അതായത് ചില ആളുകൾ ഓഫർ വയ്ക്കുമ്പോൾ അവർ പറയുവാണ് നീ ഈ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഓഫർ നീ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാനങ്ങ് വിചാരിക്കും. അങ്ങനെ പറഞ്ഞാൽ അതൊരു വാലിഡ് ഓഫർ അല്ല. അതായത് നോൺ കംപ്ലയൻസസ് ഓഫ് എനി ടേംസ് ഓഫ് ഓഫർ കനോട്ട് ലീഡ് ടു ഓട്ടോമാറ്റിക് അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഏതെൻ്റെ കാറ് ബിക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഒരു ഓഫർ വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നീ ഇത് മൺഡേക്കുള്ളിൽ എനിക്കൊരു റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാനങ്ങ് കണക്കാക്കും എന്ന് പറയുന്നു. ഇറ്റ്സ് നോട്ട് എ വാലിഡ് ഓഫർ. ഫെൽഡ് ഹൗസ് വേഴ്സസ് ബിൻഡ്ലിയുടെ കേസിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അതായത് എഫ് തൻ്റെ നെവ്യൂവിനൊരു ലെറ്റർ എഴുതുവാണ് നിൻ്റെ ഹോഴ്സിന് ഞാൻ £30 വാങ്ങിച്ചോളാം എന്ന്. എന്നിട്ട് ഈ ലെറ്ററിൽ തന്നെ വേറൊരു കാര്യവും കൂടി പറയും ഇഫ് ഐ ഹിയർ നോ മോർ അബൌട്ട് ഹിം ഐ കൺസിഡർ ദ ഹോഴ്സ് മൈൻ അറ്റ് £30.15. അതായത് നീ എനിക്ക് ഇതിനൊന്ന് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഹോഴ്സ് £30.15 എൻ്റേതായിട്ട് ഞാൻ കണക്കാക്കും എന്നാണ് ഈ ലെറ്ററിൽ പറഞ്ഞത്. പക്ഷേ നെവ്യൂ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നെവ്യൂ ഈ ലെറ്ററിന് റിപ്ലൈ കൊടുത്തില്ല, അതുകൂടാണ്ട് ഒരു ഓപ്ഷനിൽ ഈ ഹോഴ്സിനെ വിറ്റ് കളയുകയും ചെയ്തു. അപ്പോൾ ഈ ഹോഴ്സിൻ്റെ ഓണർഷിപ്പും ചോദിച്ചുകൊണ്ട് എഫ് കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. പക്ഷെ കോർട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ഒരു നെഗറ്റീവ് കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഓഫർ നമുക്ക് ഒരു വാലിഡ് ഓഫറായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ആൻ ഓഫർ കനോട്ട് പ്രിസ്ക്രൈബ് സൈലൻസ് ആസ് എ മോഡ് ഓഫ് അക്സെപ്റ്റൻസ് എന്നും കോർട്ട് പറഞ്ഞു. ഇനി എന്താണ് കൗണ്ടർ ഓഫർ എന്ന് ഈ എക്സാമ്പിളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് സൂസി രോഹനോട് പറയുകയാണ് എൻ്റെ പേന ഞാൻ നിനക്ക് 100 രൂപയ്ക്ക് തരാം എന്ന് പറയുന്നു. അപ്പോൾ രോഹൻ പറയണു 100 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്, ഞാൻ 90 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ എടുത്തോളാം, എനിക്കതേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ രോഹൻ
തിരിച്ച് വയ്ക്കുന്ന ഈ ഓഫർ ഉണ്ടല്ലോ 90 റുപ്പീസിന് എടുത്തോളാം എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളൊരു കൗണ്ടർ ഓഫർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ മുമ്പേ വന്ന ഓഫർ, അതായത് ഇവിടെ സൂസി മുമ്പേ വെച്ചാൽ 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞ ഓഫർ ഉണ്ടല്ലോ, അതവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഓഫർ ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കാം. അപ്പോൾ റോഹൻ പറയുന്നു 90 റുപ്പീസിനാണെങ്കിൽ ഞാനത് എടുത്തോളാം. അപ്പോൾ സൂസി പറയുകയാണ് 90 റുപ്പീസ് തീരെ കുറഞ്ഞു പോയി എന്ന് പറയണം. അപ്പോൾ റോഹൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ 100 രൂപയ്ക്ക് തന്നെ എടുത്തോളാം. അപ്പോൾ ഇവിടെ റോഹൻ വെച്ചത് ഒരു പുതിയ ഓഫറാണ്. ഏറ്റവും ആദ്യം സൂസി ഉണ്ടാക്കിയ ഓഫറുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. കാരണം കൗണ്ടർ ഓഫർ വെച്ചതോടുകൂടി ആ ഓഫർ അവിടെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ആൻഡ് ഇനി റോഹൻ 100 രൂപയ്ക്ക് എന്നാൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും സൂസിക്കില്ല. സൂസിക്ക് തീരുമാനിക്കാം 100 രൂപയ്ക്ക് വേണോ 110 രൂപയ്ക്ക് വേണോ എന്ന് സൂസിക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കേസാണ് ഹൈഡ് വേഴ്സസ് വ്രെഞ്ചിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളുമായിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു കേസാണ്. ഇവിടെ വ്രെഞ്ച് വന്നിട്ട് ഹൈഡിനോട് പറയുകയാണ് എൻ്റെ ഫാം ഒരു 1200 പൗണ്ട്സിന് ഞാൻ വിൽക്കുന്നുണ്ട്, നീ വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചു. ഹൈഡ് പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ വ്രെഞ്ച് പറഞ്ഞു എന്നാൽ ഒരു 1000 പൗണ്ട്സിനായാലോ. അപ്പോൾ നമ്മളുടെ ഹൈഡ് ഒരു കൗണ്ടർ ഓഫർ വയ്ക്കുകയാണ്, ഒരു 950 പൗണ്ട്സിനാണെങ്കിൽ ഞാൻ വാങ്ങിക്കാം. സോ കൗണ്ടർ ഓഫർ വന്നതോടുകൂടി അതിന് മുമ്പ് വ്രെഞ്ച് വെച്ച 1200 പൗണ്ട്സിൻ്റെ എല്ലാം ഓഫറും അല്ലെങ്കിൽ 1000 പൗണ്ട്സിൻ്റെ ഓഫറും എല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. പിന്നെ അവിടെ ഉള്ളത് ഈ 950യുടെ ഓഫറാണ്. അപ്പോൾ നമ്മുടെ വ്രെഞ്ച് പറയും 950 പൗണ്ട്സ് എന്ന് പറയുന്നത് പറ്റത്തില്ല എന്ന്. സോ ഹൈഡ് പറയുകയാണ് ഓക്കെ, എന്നാൽ ഞാനത് 1000 പൗണ്ട്സിന് തന്നെ വാങ്ങിച്ചോളാം. പക്ഷെ പിന്നീട് ഈ ഹൈഡ് 1000 പൗണ്ട്സ് എന്ന് പറയും. വ്രെഞ്ച് പറയുകയാണ് വേണ്ട, ഞാൻ 1000 പൗണ്ട്സിന് അത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൈഡ് പോയിട്ട് എന്നിട്ട് കേസ് കൊടുക്കുകയാണ്. അത് വ്രെഞ്ച് എന്നോട് നേരത്തെ 1000 പൗണ്ട്സിന് തരാമെന്ന് പറഞ്ഞതാണ്, പിന്നെ അത് അയാൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. പക്ഷേ കോർട്ട് പറയും ഈവൻ ദോ വ്രെഞ്ച് 1000 പൗണ്ട്സിന് ഓഫർ ചെയ്തിരുന്നു എങ്കിൽ പോലും നിങ്ങളൊരു കൗണ്ടർ ഓഫർ കൊടുത്തപ്പോൾ ആ ഓഫർ അവിടെ ക്യാൻസലായിപ്പോയി. പിന്നീട് വന്ന 1000 പൗണ്ട്സിന് വാങ്ങിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ഓഫർ നിങ്ങൾ വെച്ചതാണ്. ഹൈഡ് വെച്ച ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ബാധ്യതയും അന്നേരം വ്രെഞ്ചിന് അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി എന്താണ് ക്രോസ് ഓഫർ എന്ന് നോക്കാം. ക്രോസ് ഓഫർ എന്ന് വെച്ചാൽ ഒരേ ടൈമിൽ 2 പാർട്ടീസ് സിമിലർ ആയിട്ടുള്ള ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയാണ്. എന്നാൽ ഈ 2 പാർട്ടീസും അറിയുന്നില്ല ഇങ്ങനൊരു ഓഫർ മറ്റേയാളും അയക്കുന്നുണ്ട് എന്ന് അറിയാതെ അങ്ങോട്ടും അയക്കുന്ന ഓഫറിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ജീവൻ ഹരിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്, എൻ്റെ ട്രിച്ചിയിലുള്ള വീട് ഞാനൊരു 10 lakhs റുപ്പീസിന് വിൽക്കുവാണ്, നീ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ച് ജീവൻ ഒരു ലെറ്റർ എഴുതുന്നു. അറ്റ് ദ സെയിം ടൈം തന്നെ ജീവൻ ഇങ്ങനൊരു ലെറ്റർ എഴുതുന്നുണ്ട് എന്നറിയാതെ നമ്മുടെ ഹരിയും ജീവനൊരു തിരിച്ചൊരു ലെറ്റർ അയക്കുകയാണ്, നിൻ്റെ ട്രിച്ചിയിലുള്ള വീട് കൊടുക്കുന്നുണ്ടോ, ഒരു 10 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന്. അപ്പോൾ നോക്കൂ, സിമിലർ ആയിട്ടുള്ള ഓഫേഴ്സാണ്. 2 പാർട്ടീസ് അറ്റ് ദ സെയിം ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയാണ്. എന്നാൽ ജീവനറിയില്ല ഹരി ഇങ്ങനൊരു ഓഫർ വയ്ക്കുന്നുണ്ടെന്ന്, ഹരിക്കും അറിയില്ല ജീവൻ ഇങ്ങനൊരു ഓഫർ വയ്ക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുന്ന കാരണം സിമിലർ ആയിട്ടുള്ള വീടിനെ കുറിച്ചിട്ടാണല്ലോ രണ്ടുപേരും സംസാരിക്കുന്നത്, അതും സിമിലർ ആയിട്ടുള്ള എമൗണ്ടുമാണ്, എല്ലാം ഓക്കെയാണ് ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന ഈ ഓഫറിനെ നമുക്കൊരു പ്രോമിസായിട്ട് കാണാൻ പറ്റും. പക്ഷേ കോർട്ട് ടിൻ വേഴ്സസ് ഹോഫ്മാൻ്റെ കേസിൽ പറഞ്ഞത് ഇത് 2 ഓഫറാണ് അല്ലേ, 2 ക്രോസ് ഓഫറിൽ വയ്ക്കുന്നത് 2 ഓഫേഴ്സാണ് ഇരുന്നത്, അല്ലാതെ ഒരാൾ വയ്ക്കുന്ന ഓഫറിനെ മറ്റാൾ അക്സെപ്റ്റ് ചെയ്യുകയല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ക്രോസ് ഓഫറിനെ നമുക്ക് ഒരിക്കലും ഒരു പ്രോമിസായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ ഹരി ആ വീട് വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടൊരു ഓഫർ ലെറ്ററാണ് അയച്ചത്, അതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റില്ല. ഹരിയുടെ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് ജീവൻ ഒരു ലെറ്റർ അയക്കുകയാണ്, ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ അയച്ചെങ്കിൽ മാത്രമാണ് അതിനെ അക്സെപ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ മുന്നേ അയച്ച ലെറ്റർ ഹരിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഓഫർ മാത്രമായിരുന്നു, അതിനൊരിക്കലും ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റില്ല.
ഇനി അടുത്തത് സ്റ്റാൻഡിങ് ഓഫറാണ്. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ ചില ടൈപ്പ് ഓഫേഴ്സ് ഉണ്ടാവുമായിരുന്നു. ഉടനെ തന്നെ മറുപടി പറയേണ്ടതില്ല, ഒരു കുറച്ച് ടൈം പീരീഡ് കൊടുക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ ആയിട്ട്. അതുപോലെ ഒരു ഡെഡ് ലൈനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഡെഡ് ലൈനിനുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു ബിൽഡിങ് വിൽക്കാനായിട്ടൊരു ഓഫർ മുമ്പോട്ട് വയ്ക്കുന്നു. എൻ്റെ ഫ്രണ്ടിന് അതിനകത്തൊരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ ഒരാഴ്ച ടൈം പീരീഡും കൊടുക്കുന്നു. അപ്പോൾ ആ ഒരാഴ്ച ഈ ഓഫർ ഒരു സ്റ്റാൻഡിങ് ഓഫറായിട്ട് നിൽക്കുകയാണിരുന്നത്. ആ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടല്ലോ, ആ ഡെഡ് ലൈന് ശേഷം ആ ഓഫർ പിന്നെ നിലനിൽക്കുന്നില്ല. പക്ഷേ ആ ടൈം പീരീഡ് വരെ ഇത് ആ അക്സെപ്റ്റൻസ് ആ ടൈം പീരീഡിനുള്ളിൽ കിട്ടുന്നത് വരെ അതൊരു സ്റ്റാൻഡിങ് ഓഫറാണ്. ഇനി നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു സാധനമാണ് ഇൻവിറ്റേഷൻ ടു ഓഫറും. കാരണം നമ്മൾ എപ്പോഴും ഇൻവിറ്റേഷൻ ടു ഓഫറിനെ ഓഫറായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് നോക്കാം. അതായത് ചില ആളുകൾ ഒരു ഓഫർ മുമ്പോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ നടത്തും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെൻഡർ വിളിക്കുക. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ പറയില്ലേ, റോഡ് പണിയാനായിട്ടൊക്കെ ടെൻഡർ വിളിക്കുമല്ലോ, അങ്ങനെ പല സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ ടെൻഡർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ ടെൻഡർ എന്ന് പറയുന്നത് അതൊരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അതായത് ടെൻഡർ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുന്നൊരു ഓഫറല്ല. നമ്മളാണ്, ഇപ്പോൾ ഞാൻ റോഡ് പണി നടത്തുന്ന ഒരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് എനിക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അതിന് ആ ടെൻഡർ വിളിച്ചതിൽ ഞാൻ പോയി പങ്കെടുത്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആലോചനയാണ് എനിക്ക് വരുന്നത്. ദെൻ അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്കൊരു ഓഫർ വയ്ക്കുക ചെയ്യുന്നത്, ഇത്ര രൂപയ്ക്ക് ആ റോഡ് പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാനാണ് അങ്ങോട്ടേക്ക് ടെൻഡർ വയ്ക്കുന്നത്. ആ ഞാൻ വെക്കുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ആ ടെൻഡറിനെ നമ്മൾ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ടു ഓഫറിന് മറ്റ് എക്സാമ്പിൾസാണ് നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ തരുന്ന മെനു കാർഡ് എന്ന് പറയുന്നത്. അതും ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അതായത് ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് ഇവിടെ ഇന്ന ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ ടു ഓഫറാണ് അവർ തരുന്ന മെനു കാർഡ്. അത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പറയുകയാണിരുന്നത്, എനിക്ക് ഇതിനകത്ത് ഇന്ന കറികൾ വേണം, ചോറ് വേണം, ബിരിയാണി വേണം എന്നുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണിരുന്നത് ഓഫർ. ഓക്കെ. ദെൻ അതുപോലെ നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ കാണുന്ന പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് അതും ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അതുപോലെ നമ്മൾ പത്രത്തിലൊക്കെ കാണില്ലേ, വി ആർ ഹയറിങ്, വേക്കൻസീസ് അവൈലബിൾ, അതും ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അത് ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണിരുന്നത്. അപ്പോൾ എപ്പോഴും ഇൻവിറ്റേഷൻ ടു ഓഫറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓഫറിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് അക്സെപ്റ്റൻസ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 2B എന്താണ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രകാരം നമ്മളുടെ പ്രോമിസർ ഒരു ഓഫർ മുമ്പോട്ട് വയ്ക്കുന്നു. ആ ഓഫറിനെ പ്രോമിസി അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് സമ്മതം മൂളുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ആ സമ്മതം മൂളുന്നതിനാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു പ്രോമിസുമായിട്ട് മാറുവാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വാലിഡ് എസെൻഷ്യൽ ഓഫ് ആൻ അക്സെപ്റ്റൻസ് എന്ന് നോക്കാം. ഒരു വാലിഡ് അക്സെപ്റ്റൻസിന് വേണ്ട ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടി. ദെൻ സെക്കൻഡ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ഓഫറി ടു ദ ഓഫറർ. അതായത് തൻ്റെ അക്സെപ്റ്റൻസ് ഓഫററിന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ ഓഫറി ഇപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അയാൾ തന്ന ഓഫർ കൊള്ളാം, അതങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു അക്സെപ്റ്റൻസ് നടക്കുന്നില്ല. മറിച്ച് ഓഫറിൽ ചെന്നിട്ട് ഓഫറോട് പറയണം, നിൻ്റെ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് അവിടെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. MER മെൻ്റൽ അക്സെപ്റ്റൻസ് നോട്ട് എവിഡൻസ് ബൈ വേർഡ്സ് ഓർ കണ്ടക്ട് ഇസ് നോട്ട് അക്സെപ്റ്റൻസ്. ബോർഗൻ വേഴ്സസ് മെട്രോപൊളിറ്റൻ റെയിൽവേ കമ്പനിയുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഓഫർ ടു സപ്ലൈ കോൾ ടു റെയിൽവേ കമ്പനി ആയിരുന്നു. അതിനകത്ത് മാനേജർ അത് അക്സെപ്റ്റ് ചെയ്തു, ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ എഴുതി. പക്ഷേ ഹി ഫെയിൽ ടു പോസ്റ്റ് ദാറ്റ് ലെറ്റർ. സോ ഇവിടെ ഒരു അക്സെപ്റ്റൻസ് നടന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാൾ ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ഓഫറിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ആ ഓഫർ അവിടെ അക്സെപ്റ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ദെൻ പവൽ വേഴ്സസ് ലീയുടെ കേസിൽ ഒരു ഹെഡ് മാസ്റ്റർ പൊസിഷന് വേണ്ടിയിട്ട് P അപ്ലൈ ചെയ്തു. എന്നിട്ട് Pനോട് വന്നിട്ടൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ, അതായത് അപ്പോയിൻറ്റിംഗ് കമ്മിറ്റി ഓതറൈസ് ചെയ്യാത്ത മറ്റൊരാൾ വന്നിട്ട് പറയാണ്, നിനക്ക് ഈ പൊസിഷൻ കിട്ടും, നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു.
പക്ഷേ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സെലക്ട് ചെയ്തത് മറ്റൊരാളെയായിരുന്നു. സോ ഇവിടെ പിന്നീട് കേസിന് പോവുകയാണ്. ഇതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അവരാദ്യം എന്നെയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്, പിന്നീടാണ് അവർ അത് മാറ്റി മറ്റൊരാളെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കോർട്ട് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വന്നിട്ടില്ല. കാരണം പീനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അപ്പോയിൻറ്റിംഗ് അതോറിറ്റി പീനെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു അക്സെപ്റ്റൻസ് നടന്നു എന്ന് പറയാൻ പറ്റുക? ഒരു അൺഓതറൈസ്ഡ് പേഴ്സൺ അങ്ങനെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അക്സെപ്റ്റൻസ് ആവുന്നില്ല. സോ ഇഫ് എനി അൺഓതറൈസ്ഡ് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ്സ് ദ ഓഫർ ഫോർ അക്സെപ്റ്റൻസ് ദെൻ ഇൻ സച്ച് കേസ് ദ കോൺട്രാക്ട് ഷാൽ ഡീം ടു ബി ഇൻവാലിഡ് എന്ന് കോർട്ട് പറഞ്ഞു. അതുപോലെ മുന്നേ നമ്മൾ ഫെൽട്ട്ഹൗസ് വേഴ്സസ് ബെന്റ്ലിയുടെ കേസിൽ പറഞ്ഞ പോലെ മിയർ സൈലൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഓഫറി ഡസ് നോട്ട് എമൗണ്ട് ടു അക്സെപ്റ്റൻസ് ആണ്. ഇനി അടുത്ത എസെൻഷ്യൽ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഷുഡ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. സെക്ഷൻ 7 ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 7 പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ഓർഡർ ടു കൺവേർട്ട് എ പ്രപ്പോസൽ ഇൻ ടു എ പ്രോമിസ് ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഇറ്റ് മീൻസ് ഓഫറർ എന്ത് ഓഫറാണോ മുമ്പോട്ട് വെച്ചത് ആ ഓഫറിനെ മൊത്തത്തിൽ നമ്മളുടെ ഓഫറി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ ഓഫർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആബ്സല്യൂട്ട് അക്സെപ്റ്റൻസ് നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഓഫറിൻ്റെ മേലൊരു കൗണ്ടർ ഓഫർ വന്നാലോ അപ്പോഴും നമുക്ക് അവിടെ ഒരു ആബ്സല്യൂട്ട് ഓഫറാണ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഓഫറാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ വൈൽ ഗിവിംഗ് അക്സെപ്റ്റൻസ് എനി വേരിയേഷൻ ഇസ് മെയ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഓഫർ ദ അക്സെപ്റ്റൻസ് വിൽ നോട്ട് ബി വാലിഡ് ആൻഡ് ദർ വിൽ ബി നോ കോൺട്രാക്റ്റ് ആണ്. അതുപോലെ ക്ലോസ് 2 പറയുന്നതെന്ന് വെച്ചാൽ മാനർ ഓഫ് അക്സെപ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. മാനർ ഓഫ് അക്സെപ്റ്റൻസ് എങ്ങനെയാണ് എന്ന് പാർട്ടീസിന് ഡിസൈഡ് ചെയ്യാം. അവർ തമ്മിൽ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു യൂഷ്വൽ ഓർ റീസണബിൾ മാനറിൽ ഈ അക്സെപ്റ്റൻസ് നടത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ബോർഡൻ വേഴ്സസ് മെട്രോപൊളിറ്റൻ റെയിൽവേ കമ്പനിയുടെ കേസ് പറഞ്ഞില്ലേ, ഒരു ലെറ്റർ എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് അക്സെപ്റ്റൻസ് ആവുന്നില്ല. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ നമുക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദ ടൈം പ്രിസ്ക്രൈബ്ഡ് ഓർ വിത്തിൻ എ റീസണബിൾ ടൈം. രാമഗേറ്റ് വിക്ടോറിയ ഹോട്ടൽ കമ്പനിയുടെ കേസിൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബൈ ഷെയർസ് ആയിരുന്നു. അത് ജൂണിലായിരുന്നു ഈ ഓഫർ വയ്ക്കുന്നത്. പക്ഷേ നമ്മുടെ ഓഫറി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് നവംബറിലാണ്. പക്ഷേ ആ ടൈം പീരീഡിൽ ഈ ജൂൺ ടു നവംബറിൻ്റെ ആ ടൈം പീരീഡിനുള്ളിൽ ഈ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഒത്തിരി ഇടിഞ്ഞ് അത് താഴെ പോയായിരുന്നു. സോ കോർട്ടിൽ പിന്നീട് ഇഷ്യൂ വന്നു, ഈ അക്സെപ്റ്റൻസ് ഓക്കെ ആണോ? അപ്പോൾ കോർട്ട് പറഞ്ഞു പറ്റില്ല, കാരണം ഒരു പ്രിസ്ക്രൈബ് ടൈം പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഇതിവിടെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള പ്രോമിസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാസ്റ്റ് എസെൻഷ്യലാണ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ ഇറ്റ്സ് വിത്ഡ്രോൺ. അതായത് ഓഫർ ചിലപ്പോൾ ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ ടൈം പീരീഡിനുള്ളിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഓഫർ വിഡ്രോ ചെയ്യാം. ആ വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അവിടെ ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. വിഡ്രോ ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ ഇതെല്ലാം പറയുന്നത് സെക്ഷൻ 4 and 5 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൻ 4 എന്താണ് പറയുന്നതെന്ന് നോക്കാം. സെക്ഷൻ 4 എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് എന്നതാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഓഫറർ എന്ന് പറഞ്ഞാൽ ഓഫർ മുമ്പോട്ട് വയ്ക്കുന്ന ആളെയാണിരുന്നത്. അപ്പോൾ ഈ ഓഫറർ മുമ്പോട്ട് വെച്ച ഓഫറി എപ്പോൾ അറിയുന്നോ അന്നേരമാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് നോക്കാം. ഇവിടെ 2 സിറ്റുവേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ്, എപ്പോഴാണ് ഓഫറിനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതെന്ന് നോക്കാം. ഓഫറി തൻ്റെ അക്സെപ്റ്റൻസ് മുമ്പോട്ട് വയ്ക്കുന്നു, അത് ഓഫറർ അറിയുന്നു. ആ ടൈം മുതൽ ഓഫറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എന്നാൽ ഓഫററിന് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് അതിന് മുമ്പേ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ആ സിറ്റുവേഷനാണ് സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഓഫറി തൻ്റെ അക്സെപ്റ്റൻസ് പറയുന്നത് ഒരു ലെറ്റർ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ SMS അയക്കില്ലേ, വാട്സപ്പല്ല ഞാൻ പറയുന്നത്, SMS
ഈ വഴിയൊക്കെയാണ് അയക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വൺസ് ഒരു ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇട്ടു, അല്ലെങ്കിൽ ഒരു ഇമെയിൽ സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു SMS സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ വെൻ offeree put the acceptance in the course of transmission and it is beyond his reach to stop it, പിന്നെ അയാൾക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ചിലപ്പോൾ ഓഫറർ SMS കാണുന്നത് രാത്രിയാവാം, അല്ലെങ്കിൽ ഇമെയിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും കാണുന്നത്, ലെറ്റർ കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞാവാം. എങ്കിൽ പോലും ഓഫറി തൻ്റെ അക്സെപ്റ്റൻസ് വൺസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബിയോണ്ട് ഹിസ് റീച്ച് ആയി കഴിഞ്ഞാൽ ദെൻ ആ അക്സെപ്റ്റൻസ് ഓഫററിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബൈറാക്റ്റിൽ നല്ലൊരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് വണ്ണാണ് എപ്പോഴാണ് ഒരു ഓഫർ കംപ്ലീറ്റ് ആവുന്നതെന്നുള്ളത്. ഇപ്പോൾ എ പ്രപ്പോസസ് അല്ലെങ്കിൽ ഓഫർ ചെയ്യാണ് ബൈ ലെറ്റർ ടു സെൽ എ ഹൗസ് ടു ബി അറ്റ് എ സർട്ടൈൻ പ്രൈസ്. ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്? ബിക്ക് എയുടെ ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ദെൻ ഇനി അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതിന് അടുത്ത ഇല്ലുസ്ട്രേഷൻ പറയുന്നത്, ബി അക്സെപ്റ്റ് എയ്സ് പ്രപ്പോസൽ ഓർ ഓഫർ ബൈ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ്. തിരിച്ച് ബിയും ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എയ്ക്ക് ഒരു റിപ്ലൈ ലെറ്റർ എഴുതുവാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് എയിനെ സംബന്ധിച്ചിടത്തോളം ബി ആ ലെറ്റർ പോസ്റ്റ് ചെയ്ത ആ മൊമെൻറ്റ് മുതൽ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുകയാണ്. ബീനെ സംബന്ധിച്ചാണെങ്കിലോ എയുടെ കയ്യിൽ ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. സെക്ഷൻ 4 അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ബൈറാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എ താൻ വെച്ച ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ റിവോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ബൈ ടെലിഗ്രാം അയാൾ അത് റിവോക്ക് ചെയ്യണം. അപ്പോൾ ആ റിവോക്കേഷൻ എയിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആവുന്നത് വെൻ ഹി ഡിസ്പാച്ച് ദാറ്റ് ടെലിഗ്രാം ആണ്. ബീനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് വെൻ ബി റിസീവ്സ് ദാറ്റ് ടെലിഗ്രാം. ഇനി ബിക്ക് തൻ്റെ അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണം, അത് ത്രൂ ടെലിഗ്രാം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബിയുടെ ആ റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് വെൻ ബി ഡിസ്പാച്ച് ദാറ്റ് ടെലിഗ്രാം. എയിനെ സംബന്ധിച്ചിടത്തോളം ആ റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് വെൻ ഹി ഗെറ്റ് ദാറ്റ് ടെലിഗ്രാം ആണ്. അപ്പോൾ സെക്ഷൻ 4 എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ റിവോക്കേഷൻ ചെയ്യുന്നതിന് ഒരു സമയപരിധി ഉണ്ട്. വൺസ് നമ്മൾ ഒരു ഓഫർ മുമ്പോട്ട് വെച്ചു, അതിന് അക്സെപ്റ്റൻസ് കിട്ടി, ആ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടാൽ ദെൻ അത് പ്രോമിസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മളുടെ പ്രപ്പോസലോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ റിവോക്ക് ചെയ്യപ്പെട്ടാൽ അതൊരു ബ്രീച്ച് ഓഫ് പ്രോമിസ് ആയിട്ടായിരിക്കും കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ റിവോക്കേഷൻ എപ്പോൾ നടത്തണം എന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 5 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 5 ഫസ്റ്റ് പറയുന്നത് എപ്പോഴാണ് ഒരു പ്രപ്പോസൽ റിവോക്ക് ചെയ്യപ്പെടേണ്ടത്. ഇതിൽ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ തൻ്റെ വീട് വിൽക്കാനായിട്ട് ഉള്ള പ്രപ്പോസൽ ബിക്ക് കൊടുക്കുന്നു. ആ ഓഫർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എക്ക് തോന്നുന്നത് ഈ ഓഫറുമായിട്ട് മുമ്പോട്ട് പോകണ്ട, ഇത് റിവോക്ക് ചെയ്യാം. പക്ഷേ എ എപ്പോൾ റിവോക്ക് ചെയ്യണം? ആസ് പെർ ദ സെക്ഷൻ എ പ്രപ്പോസൽ മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ബട്ട് നോട്ട് ആഫ്റ്റർ ദാറ്റ്. അതായത് ബി തൻ്റെ അക്സെപ്റ്റൻസ് എയിനെ അറിയിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന റിവോക്കേഷൻ നടന്നിരിക്കണം. ഒരു ഫോൺ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ടൈമിൽ അവിടെ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഒരു ലെറ്റർ വഴിയാണ് ബി തൻ്റെ അക്സെപ്റ്റൻസ് അറിയിക്കുന്നതെന്നുണ്ടെങ്കിലോ ആ ലെറ്റർ ബി പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തൻ്റെ റിവോക്കേഷൻ എ പറഞ്ഞിട്ടുണ്ടാവണം. നമ്മൾ സെക്ഷൻ 4 പറഞ്ഞിരുന്നു എപ്പോഴാണ് എയിനെ സംബന്ധിച്ച് ഒരു അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതെന്ന്. ബി ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന ടൈം മുതൽ എയിനെ സംബന്ധിച്ചിടത്തോളം ആ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റ് വരെയുള്ളൂ, അതിന് മുമ്പോ അല്ലെങ്കിൽ ആ മൊമെൻറ്റ് വരെയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്ക് ഈ പ്രപ്പോസലിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ദെൻ ബി ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ നമ്മുടെ എക്ക് അയക്കുകയും ചെയ്തു. പിന്നീടാണ് ബിക്ക് തോന്നുന്നത് ഇത് റിവോക്ക് ചെയ്യാമെന്ന്. സെക്ഷൻ 5 പ്രകാരം
acceptance may be revoked at any time before the communication of acceptance is complete against the acceptor. അതായത് ബീനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് താൻ വെച്ച അക്സെപ്റ്റൻസ് ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ അറിയുമ്പോഴാണ്. അപ്പോൾ ബി ഒരു ലെറ്റർ എഴുതി പോസ്റ്റ് ചെയ്ത് ആ ലെറ്റർ നമ്മളുടെ എയുടെ കയ്യിൽ കിട്ടുമ്പോഴേ ആ അക്സെപ്റ്റൻസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ബിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് റിവോക്ക് ചെയ്യണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലെറ്റർ എയുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ തന്നെ തൻ്റെ റിവോക്കേഷൻ ബി എനെ അറിയിച്ചിട്ടുണ്ടാവണം. വൺസ് ലെറ്റർ എയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബിക്ക് റിവോക്കേഷൻ നടക്കില്ല. സോ സെക്ഷൻ 4 and 5 ഇത്രേ പറയുന്നുള്ളൂ. റിവോക്കേഷൻ ഓഫ് ഓഫർ ഇസ് വാലിഡ് ബിഫോർ offeree puts the acceptance in course of transmission and it is out of his reach to stop it. And revocation of acceptance is valid before acceptance come to the knowledge of offerer. How to make a revocation? അതായത് ഒരു പ്രപ്പോസൽ എങ്ങനെയാണ് റിവോക്ക് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 6 പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ പറയുന്നത് ബൈ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദ പ്രപ്പോസർ ടു ദ അതർ പാർട്ടി. അതായത് പ്രപ്പോസർ ഒരു നോട്ടീസ് വഴി അതർ പാർട്ടി അല്ലെങ്കിൽ ഓഫറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞാൽ. അതാണ് ഫസ്റ്റ് വേ. സെക്കൻഡ് വേ എന്ന് പറയുന്നത് ബൈ ദ ലാപ്സ് ഓഫ് ടൈം പ്രിസ്ക്രൈബ്ഡ്. അതായത് നമുക്കറിയാമല്ലോ ഏത് പ്രപ്പോസലിനും ഒരു ടൈം പീരീഡ്, ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഓഫർ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡിന് ശേഷം ഈ പ്രപ്പോസൽ റിവോക്ക് ചെയ്യപ്പെട്ടതായിട്ട്, കാരണം അതിന് ഉള്ളിൽ അക്സെപ്റ്റൻസ് വന്നില്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യപ്പെട്ടതായിട്ട് കരുതും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈം പീരീഡിനുള്ളിൽ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പ്രപ്പോസലിനെ റിവോക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഈ പ്രപ്പോസൽ മുമ്പോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ പ്രപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്തെങ്കിലും ഒരു കണ്ടീഷനും കൂടെ വെച്ചിട്ടുണ്ടാവും. അതായത് ഇന്ന കണ്ടീഷനും കൂടെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ അക്സെപ്റ്റൻസ് വാലിഡ് ആയിരിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളുടെ ഓഫറി അല്ലെങ്കിൽ അക്സെപ്റ്റർ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് പ്രപ്പോസൽ റിവോക്ക് ചെയ്യപ്പെട്ടതായിട്ട് കരുതും. ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപ്പോസൽ വെച്ച് പ്രപ്പോസറിന് മരിച്ചു പോവോ അല്ലെങ്കിൽ ഇൻസൈനായി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രപ്പോസൽ റിവോക്ക് ചെയ്യപ്പെട്ടതായിട്ട് കരുതും. പക്ഷേ ഈ മരണത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഇൻസാനിറ്റിയുടെയോ കാര്യം നമ്മളുടെ ഓഫറി അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ടാവണം. വൺസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മരണമോ ഇൻസാനിറ്റിയോ അറിഞ്ഞതെന്നുണ്ടെങ്കിൽ ദെൻ പ്രപ്പോസൽ റിവോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഈ സെക്ഷനിൽ പറയാത്ത വേറൊരു കാര്യമാണ് നമ്മളുടെ കൗണ്ടർ ഓഫറിൻ്റെ കാര്യം. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫർ വെക്കുമ്പോൾ അതിനകത്തൊരു കൗണ്ടർ ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഓഫർ റിവോക്ക് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. സോ ഇത്രയൊക്കെയാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, അതായത് പ്രോമിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ.